അപ്പതേ നമ്മുടെ പുൽക്കൂടിന്റെ ബാക്കി പണിയും കൂടി കണ്ടാലോ. എന്ത് ഡെക്കറേറ്റ് ചെയ്യാൻ പോയാലും ഹന്നൂസിന് എന്തെങ്കിലും ഒന്നും കൊടുത്തില്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാക്കാൻ സമ്മതിക്കൂല. സാധനങ്ങളെല്ലാം കുറച്ച് പഴയതാണ്, എന്നാലും സാരമില്ല, എല്ലാം തൂക്കാന്നും പറഞ്ഞ് നിന്നപ്പോഴാണ് കേട്ടോ അപ്പൻ എത്തിയത്. അല്ലെങ്കിലും അപ്പൻ ആരാമോൻ കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എഡ് ഓരോന്നോരോന്നായിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കാണട്ടെ. പിന്നെ കുറെ ബോളും തൂക്കാനുള്ള തോരണമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ എന്ത് വാങ്ങിച്ചാലും ഹന്നൂസിന് ആദ്യം കൊടുക്കണമല്ലോ. അപ്പൊ ഒരെണ്ണം ഒരു പെട്ടിയാടെ കൊണ്ടുപോയാലും ഞങ്ങൾക്ക് പിന്നെയും വേണം. അതാണ് ഞങ്ങളുടെ ശീലം. ഈ 3 സ്റ്റാറും അപ്പൻ ഇപ്പൊ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ സ്റ്റാർ ഒക്കെ തൂക്കി അത് കഴിഞ്ഞപ്പോ കുറെ ചെണ്ട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെണ്ട തൂക്കി. അങ്ങനെ ഏകദേശം ക്രിസ്മസ് ട്രീ ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വയറിംഗ് പരിപാടികളാണ്. അങ്ങനെ അപ്പന്റെ വയറിങ്ങും കഴിഞ്ഞ് ബാക്കി പുല്ലും കൂടി വെച്ച് കിണറും കൂടി കുഴി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫൈനൽ പരിപാടികളിലോട്ട് കടന്നിരിക്കണേ. നമ്മുടെ മാതാവിനെയും ഔസേപിതാവിനെയും രാജാക്കന്മാരെയും ആട്ടിടയന്മാരെയൊക്കെ വെക്കാനുള്ള ടൈമാണ്. കുഞ്ഞാടിനെ തന്നെ കൊടുത്തേ. പക്ഷെ എന്തൊക്കെ കൊടുത്താലും ആട്ടിൻകുഞ്ഞിന് പിടിക്കൂല. ഇനി ബലൂണിലാണ് കേട്ടോ പിടുത്തം ഫുൾ. അപ്പൊ ബലൂൺ കെട്ടലാണ് കേട്ടോ ഏറ്റവും അവസാനത്തെ പരിപാടി. കാരണം ബലൂൺ ലാസ്റ്റേ കെട്ടാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബലൂൺ എല്ലാം വീർപ്പിക്കുന്നതും കാണാൻ, പൊട്ടുന്നതും കാണാം. അപ്പൊ ഇനി ലാസ്റ്റ് നമ്മുടെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. അപ്പോൾ ഇനി ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ ക്രിസ്മസ് വീഡിയോ അടുത്ത വ്ളോഗിൽ കാണാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.